അയ്യോ, ഇതാരും മുതലാളിയോ? ഇന്നെന്തോ ഒറ്റയ്ക്ക്? ഇരുന്നാട്ടെ, വന്നാട്ടെ. ഒറ്റക്ക് വന്ന് ഏമാനെ കാണേണ്ടിയ ഒരു കാര്യം ഉണ്ടായി. എന്ത് കാര്യം? എന്ത് കാര്യമായിരുന്നാലും എന്നെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. മുതലാളി ഇരിക്കുന്നേ. ഏമാൻ ഇരുന്നാ മതി, കൊച്ചുവാവ ഇവിടെ നിന്നോളാം. മുതലാളി നിൽക്കുമ്പോ ഞാനിവിടെ ഇരിക്കാനോ? ഇരിക്കുന്നേ, ഇരിക്കു മുതലാളി. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ കാര്യം? അല്ല, നമ്മുടെ സ്പെഷ്യൽ പാർട്ടി വന്നുണ്ടെന്നറിഞ്ഞ്. അപ്പൊ നേരത്തെ വന്ന ഏമാനെ ഒന്ന് കണ്ടില്ലെങ്കിൽ. അതിന്റെ ആവശ്യം വല്ലതുണ്ടോ മുതലാളി? സ്പെഷ്യൽ പാർട്ടി അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ മുതലാളിയെ വിവരം അറിയിക്കാറില്ലേ? ഉണ്ടേ ഉണ്ട്, എന്നാലും സൂക്ഷിക്കണല്ല. ഒറ്റുകാരുടെ ശല്യം കൊണ്ട് പൊറുക്കാനൊക്കെയല്ലെന്ന് വന്നിരിക്കുകയാണ്. ഈ നാട് നന്നാകുകയല്ലേ ഏമാനെ. ഉമ്മണിച്ചാരായം വാറ്റെടുക്കാന്ന് വെച്ചാ സമ്മതിക്കുക? കുടികാര് ഷാപ്പിലാട്ട് വരെ നടന്ന സമയം പോവല്ല, അതുകൊണ്ട് അവിടെ ഇട്ട് കുറച്ച് കുടിവിൽപ്പന നടത്താന്ന് വിചാരിച്ചാ സമ്മതിക്കുക? ഇങ്ങനെ കണ്ണുകടിയുള്ള ഒരു മനുഷ്യര്, ഓഹോ, ഞാനെങ്ങും കണ്ടിട്ടില്ലേ. ഇതിനിടെ വേറൊരു വാർത്ത. എസ് ഇൻസ്പെക്ടർ കൊച്ചുവാവ് മുതലാളുടെ കയ്യാണ്, മുതലാളുടെ ചെലവിലാണ്, മാസം തോറും ശമ്പളം തരുന്നുണ്ട് എന്നൊക്കെയല്ലേ? ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് നാളെന്തായി? എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? അല്ല, ഒന്നും ഉണ്ടാകാൻ പോണില്ല. എന്നാലും സ്പെഷ്യൽ പാർട്ടിക്ക് നമ്മ പിടികൊടുത്ത അവര് കൊഴഞ്ഞു പോവേ. അതുകൊണ്ട് അതൊന്നും സാരമില്ല മുതലാളി, അവരൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. വന്നാ ഞാൻ അവരെ അങ്ങോട്ട് കൊണ്ടുവരും, പോരെ? വാക്യം കാര്യം മുറ പോലെ അല്ലേ? പിന്നല്ലാതെ. എങ്കിൽ പിന്നെ കല്യാണിയോ? കല്യാണി അങ്ങടെങ്ങും കാണാനേ ഇല്ല. കല്യാണിയുടെ ചോറ് കാലമ്പ്രാട്ടിയെ. വല്യമ്പ്രാട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു കുറവും ഇല്ല കല്യാണിയെ. ഇപ്പൊ എണീക്കാനും കൂടി വയ്യാണ്ടായിരിക്കുന്നു. ഈ കുരുന്നു പ്രായത്തിൽ കൊച്ചമ്പ്രാട്ടിക്ക് ഇങ്ങനൊരു കഷ്ടപ്പാട് ദൈവം വെച്ചിരുന്നല്ല. എന്റെ അമ്മ അല്ലാച്ചാലും എനിക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? അച്ഛന്റെ സഹോദരി ആയിപ്പോയില്ലേ. അല്ലെങ്കിൽ തന്നെ നോക്കാൻ വല്ലരും വരുവാ. വല്യമ്പ്രാട്ടി കാണിച്ചതും കുറെ കടന്ന കൈയായി പോയി കേട്ടാ. ഇനിയിപ്പോ അതൊക്കെ എന്തിനാ പറയണത്? എപ്പോഴും നെലോളി തന്നെയാ നെലോളി. മരിക്കാൻ കഴിയുന്നില്ലാലോ എന്നാ സങ്കടം. പാവം വല്യമ്പ്രാട്ടി ഒന്ന് കണ്ട നാള് മറന്നു. കല്യാണിക്ക് കാണണോ? വന്നോളൂ. അയ്യോ കൊച്ചമ്പ്രാട്ടി, വല്യമ്പ്രാട്ടിയുടെ അടുത്താ. കല്യാണി അങ്ങോട്ട് കയറുകയല്ല. കല്യാണിനെ പോലുള്ളവരവിടെ പുറത്തൊക്കെ വരാൻ തുടങ്ങിയത് തന്നെ ഇപ്പോഴാണ്. ആ കാലമൊക്കെ പോയില്ലേ കല്യാണിയെ? അതിപ്പോ കോവിലകൊന്നും അല്ല. മോഹന്റെ അച്ഛൻ വിലക്ക് വാങ്ങിയൊരു വെറും വീടാ. വന്നോളൂ, വന്നോളൂ. നിങ്ങളുടെ അടുത്ത് വന്ന് കണ്ടോളൂ കല്യാണിയെ. വേണ്ട കൊച്ചുമ്പ്രാട്ടെ, കല്യാണി ഇവിടെ നിന്ന് കണ്ടോളാവേ. ആരാത്? കല്യാണിയാണേ, പുറത്തെ കല്യാണി. ഈ കിടപ്പ് അടിയനിത് എങ്ങനെ കാണും വല്യമ്പ്രാട്ടെ? വല്യമ്പ്രാട്ടെ ഈ കോലത്തെ വിളക്കായിരുന്നു. ഇവിടെ മുഴുക്കെ മനോരമ തമ്പുരാട്ടിയുടെ വെട്ടായിരുന്നു. വേണ്ട, അതൊന്നും ഓർമ്മിപ്പിക്കണ്ട. നെലോളി കൂടും. പോന്നോളൂ, പോന്നോളൂ. ഇല്ലേ അച്ഛ വിളിച്ചിട്ട് ഓരോന്ന് അങ്ങോട്ട് പറയാൻ തുടങ്ങും. അത് കേട്ടിട്ട് എനിക്കിനി നെലോളിക്കാൻ വയ്യേ, അതുകൊണ്ടാ. കല്യാണിയെ, ഓ, എനിക്കൊരു സഹായം ചെയ്യോ? അയ്യോ കൊച്ചമ്പ്രാട്ടി പറഞ്ഞ. അല്ലെങ്കിൽ വേണ്ട, കല്യാണി പൊക്കോളൂ. അതെന്താ കൊച്ചമ്പ്രാട്ടിയെ? കല്യാണി പാവപ്പെട്ടവളായതുകൊണ്ടാണ്. ഏയ്, അതുകൊണ്ടല്ല. എങ്കി പറഞ്ഞോ, കല്യാണിനെ കൊണ്ട് കഴിയണതാണ് കല്യാണി ചെയ്യാ. പറഞ്ഞോട്ടെ കല്യാണിയെ. അയ്യോ പറ. മോഹൻ ഇന്നലെയും ഇവിടെ വന്നില്ല. ഇന്നെങ്കിലും ഒന്ന് വന്നിട്ട് പോകാൻ പറയോ? കൊച്ചുവാവ് മുതലാളിയുടെ മകന്റെ കാര്യമല്ലേ പറയണത്? അതെ, മോഹനെ അറിയില്ലെന്നുണ്ടോ? പിന്നെ അറിയാണ്ടിരിക്കുവാ. വേറെയും ചിലതുകൂടെ കല്യാണി അറിയണുണ്ടേ. അറിവുകേടുകൊണ്ടാണേലും കല്യാണി ഒന്ന് ചോദിച്ചോട്ടെ. ഇങ്ങനൊരടുപ്പം വേണ. എനിക്കും ഭയായിരുന്നു കല്യാണിയെ. ഒന്നും ഭയപ്പെടാനില്ലാന്നാ മോഹൻ പറയണത്. വേണ്ടി വന്നുച്ചാ രണ്ടാൾക്കും ഒരുമിച്ചങ്ങട് നാട് വിട്ട് കളയത്രേ. എന്റെ ഭഗവതി, ഇത്ര കൊച്ചിലെ ഇവിടെ വരെ എത്തിയാ?
കൊച്ചമ്പ്രാട്ടി ഇത് വിശ്വസിക്കണുണ്ടോ? എനിക്ക് നല്ല വിശ്വാസ കല്യാണിയെ. മോഹനെ എനിക്ക് ഇഷ്ടാ, മോഹന് എന്നെയും. എങ്കി പിന്നെ കല്യാണിക്കൊന്നും പറയാനില്ലേ? കാണുകയാണെ പറഞ്ഞു വിട്ടേക്കാം. പൊക്കോട്ടെ. ഉം. നില്ല് 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 നില്ല്. മോഹനകുഞ്ഞേ, 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 ഞാൻ വന്നേ. കല്യാണി കണ്ടേ, പിന്നെന്നാത്തിനാണ് വിളിക്കണത്? ചട്ടന്നല്ലേ, അവിടെ ഒരാൾ കയർ പൊട്ടിക്കാൻ പോകുകയാണ്. കയറ് പൊട്ടിക്കാൻ പോകുന്നു? ആര്? ആ കള, ഒന്നും അറിയാൻ മേലാത്ത പോലെ. മോഹനകുഞ്ഞ് കൊല്ലാത്തോട്ടായിരിക്കും. അവിടെ ഒന്ന് പോണം. അച്ഛനാ കോവിലം വിലക്ക് വാങ്ങിച്ചു, അറിഞ്ഞില്ലേ? പക്ഷേ അതിൽ 2 മുറി തന്നിട്ടില്ലെന്നാണല്ലോ ആളന്മാര് പറയണത്. അവിടെ ആരോ താമസം ഉണ്ടെന്ന് തോന്നുന്നു. അത് നിങ്ങളുടെ ഓഹരിയാണത്രേ. അവർക്ക് വേറെ വീടില്ല പോലും. ഒരു കൊച്ചമ്പ്രാട്ടി, ഒരു വല്യമ്പ്രാട്ടി അല്ലേ? ഇതൊക്കെ ഇതാരാ തിരക്കുന്നേ? അപ്പളേ ദേ നോക്കിക്കേ, കല്യാണിനെ വിളിക്കണ്ട കേട്ടാ. കൊച്ചമ്പ്രാട്ടി എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞിട്ടുണ്ടോ? എന്തോന്ന്? ആ ചെല്ല് ചെല്ല്. ഇന്നലെയും കാണാത്തതല്ലേ? കാണുകയാണെങ്കി ഒന്ന് പറഞ്ഞു വിടണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ദേ പറഞ്ഞിരിക്കണ. കല്യാണി ദേ പോണേ, വീട്ടിൽ അറിയാണ്ടിരുന്നാ കൊള്ളാം. ഹൈ, മോഹന്റെ കാര്യം ഇപ്പോഴും അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. കല്യാണിയെ കണ്ടുവോ വഴിയിൽ വെച്ചിട്ട്? കൊറത്തി കല്യാണിയെ. കല്യാണിയോട് എല്ലാ കാര്യവും പറഞ്ഞു അല്ലേ? ചോദിച്ചാ പിന്നെ സത്യം പറയാണ്ട് എങ്ങനെയാ? എല്ലാം അങ്ങോട്ട് പറഞ്ഞു. ആ സ്ത്രീക്ക് ഒരു പേരുണ്ട്, റോയിട്ടർ കല്യാണി. വാർത്താ വിതരണം. നേരെ ചെന്ന് അമ്മയോട് ഈ വിവരം പറഞ്ഞിട്ടേ വേറെ പണിയുള്ളൂ. അമ്മയോട് പറഞ്ഞു വെച്ചാൽ അമ്മ വഴക്ക് പറയോ മോഹനെ? ഏയ്, വഴക്കൊന്നും പറയില്ല. എന്തിനാ വഴക്ക് പറയുന്നത്? അതിരിക്കട്ടെ. കല്യാണിയോട് എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? മോഹനെ അച്ഛൻ പെങ്ങൾക്കൊന്ന് കാണണോ അത്രേ. അയ്യോ, അതെന്തിനാ? വഴക്ക് പറയാനാണോ? വഴക്കോ? എന്തിന്? മോഹനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ കാണണോന്ന് പറയണത്. ഇഷ്ടം തോന്നാൻ കാര്യം? അവരോടും എല്ലാം പറഞ്ഞോ? പിന്നെ പറയാണ്ട് എങ്ങനെയാ? ഏപ്പെട്ടെ, ആകെ കൊളാക്കിയല്ലോ പെണ്ണെ. മോഹൻ വന്നോളൂ, അച്ഛൻ പെങ്ങൾ എന്താ പറയണെന്ന് കേക്കാലോ. വന്നോളൂ. വിട് വിട്, ദേ രാമനാര് നോക്കുന്നു. അത് നടന്നോളൂ, ഞാൻ വരാം. എങ്കി വന്നോളൂ. അങ്ങടെ അടുത്ത് നിന്നോളൂ മോഹൻ. മോഹൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണെന്ന് എപ്പോഴും ഇവള് പറയാറുണ്ട്. ഇപ്പോഴത് ബോധ്യായി. കാണണമെന്ന് ഇശി നാളായി ആഗ്രഹിക്കണോ? എന്നെ അറിയോ? അറിയാം. എങ്ങനെ അറിയാ? പറഞ്ഞോളൂ മോഹൻ, എങ്ങനെ അറിയാ? അത് വീട്ടിൽ എല്ലാവർക്കും സുഖല്ലേ? അസുഖമൊന്നുമില്ല. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. മോഹൻ ഇവളെ സങ്കടപ്പെടുത്തോ? അയ്യോ ഇല്ല. എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണത്? എല്ലാം ഈശ്വര നിശ്ചയം പോലൊക്കെ നടക്കും. ചതിച്ചുട്ടോ, മോഹന്റെ അച്ഛൻ ഇങ്ങോട്ട് വരണ്ടേ?